ആണ്, മനസ്സിലായോ? അപ്പം നിങ്ങൾ എന്തായാലും വീഡിയോ കണ്ടു നോക്കുക. ലാസ്റ്റ് ഞാൻ പോലീസിന് ഇത് വയ്ക്കാം. ആൻഡ് ഓൾസോ 12 സെപ്റ്റംബർ ഇവൻ എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് രാത്രി ഇറങ്ങിപ്പോയിട്ട് പിന്നെ 13-ാം തീയതി ആയല്ലോ, ഈ ഒറ്റ ദിവസം 14-ാം തീയതിയാണ് ഇവൻ സ്നാപ്പിൽ വളരെ മോശമായിട്ട് ഒരു പെണ്ണിനോട് ചാറ്റ് ചെയ്യുന്നത്. ആ ഓഡിയോ ഞാനിവിടെ പ്ലേ ചെയ്യാം ലാസ്റ്റ്. അപ്പം ഒറ്റ ദിവസം കൊണ്ട് ഇങ്ങനെ ചാറ്റ് ചെയ്യുന്ന വ്യക്തിനെ പറ്റി നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് എനിക്കറിയത്തില്ല. ആൻഡ് ഞാൻ ഉള്ളപ്പോഴും ഇതിന്റെ അപ്പുറം ഇവൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ പോയി കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് തന്നെ ഇവൻ പറയുന്ന കള്ളങ്ങൾ നിങ്ങൾക്ക് അതിന് കേൾക്കാൻ പറ്റും. ഫസിയായിട്ട് നിർത്തിയിട്ട് 2 വീക്സ് ആയെന്നൊക്കെയാണ് പറയുന്നത്. ഒരു ദിവസം പോലും ആയിട്ടില്ല, അപ്പോഴത്തേക്കാണ് മഹാൻ അടുത്ത ആളിലോട്ട് പോകുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ടും, അതായത് ഇപ്പോൾ വരാൻ പോകുന്ന Q&A അവൻ പറയുന്ന ഉത്തരം കേട്ടിട്ടും അതും കേട്ടിട്ട് സഹിച്ച് നിൽക്കാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നു. 2 ദിവസമായിട്ട് നമ്മൾ ഈ ഒരു ചാനലിൽ ഉണ്ടായിരുന്നില്ല. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. കാരണം വെച്ചാൽ ഞാൻ എൻ്റെ 2ാമത്തെ ചാനലായിട്ടുള്ള ഗോപ്രോ റിയാക്ഷൻ വീഡിയോസ് ചെയ്യായിരുന്നു. ബിക്കോസ് ഐ വാസ് ബിസി വിത്ത് ഇറാൻ ആൻഡ് അമേരിക്ക, ഇസ്രായേൽ യുദ്ധത്തിനെ കുറിച്ചുള്ള വീഡിയോസാണ് കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ചെയ്തിരുന്നത്. ഒരുവിധം എല്ലാ അപ്ഡേറ്റ്സും പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്ന് നാളെ അഭിമുഖീകരിക്കാൻ പോകുന്ന പ്രശ്നം, അതായത് യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളത് ഞാൻ ആ മൈൻഡിലായിരുന്നു. ആ ഒരൊറ്റ കാര്യം കൊണ്ട് 2 ദിവസം ബോധപൂർവമായിട്ട് ഈ ഒരു യൂണിവേഴ്സിലേക്ക് വന്നിട്ടില്ല. പക്ഷെ അവിടെ ഇറാൻ യുദ്ധം നടക്കുന്ന സമയത്തും അമേരിക്ക ബോംബിടുമ്പോഴും എണ്ണയ്ക്ക് വേണ്ടി ബുദ്ധിമുട്ടുമ്പോഴും ഗ്യാസ് കഴിയാത്ത പ്രശ്നം വരുമ്പോഴും, അതായത് തിന്നാനും കുടിക്കാനും ഇല്ലാത്ത അവസ്ഥയ്ക്ക് പോകുമ്പോഴും അറിഞ്ഞിരുന്നില്ല, ആരും പറഞ്ഞില്ല ഇവിടെ ഇങ്ങനെ വേറൊരു പരിപാടി നടക്കുന്നുണ്ടെന്നുള്ളത്. 2-3 യൂണിവേഴ്സ് ഉണ്ട്. ഒന്ന് രേണുസുതി യൂണിവേഴ്സ്, 2ാമത്തെ യൂണിവേഴ്സ് മറ്റേ എന്താണ് എങ്ങനെ പേര്, മെഹനാസും സഫയും. അത് അപ്പോൾ അതാ ഇവിടെ ഫസ്മീന വീണ്ടും ഒരു വീഡിയോ ആയിട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. ലല്ലൂമ്പി ആണെന്നുണ്ടെങ്കിൽ എല്ലാ ചാനലിലും കയറി വീഡിയോ എടുക്കുന്നു. അങ്ങനെ ഇന്ന് ഫസ്മീനയുടെ ഒരു വീഡിയോ ഏകദേശം 1.5 മണിക്കൂർ മുന്നേ വന്നിട്ടുള്ള ഫസ്മീനയുടെ ഒരു വീഡിയോ കണ്ടു. ഇതൊന്ന് റിയാക്ട് ചെയ്യണമെന്ന് വിചാരിച്ചു. ഇത് ഭയങ്കര സംഭവമായിട്ട്, ഇപ്പോൾ ഞാൻ മറ്റുള്ള കേസൊന്നും ചെയ്യുന്ന പോലെ അത്ര വലിയ നമ്മൾ PSC പരീക്ഷയ്ക്ക് പഠിക്കുന്ന പോലെ അല്ലെങ്കിൽ വലിയ ND എക്സാം, സിവിൽ സർവീസ് എക്സാമൊക്കെ എഴുതുന്ന പോലെ അത്ര സീരിയസ് ആയിട്ട് കൈകാര്യം ചെയ്യേണ്ട വിഷയമല്ല. അവരുടെ കുടുംബ കാര്യങ്ങളാണ്, അവരുടെ വീട്ടിലെ കാര്യങ്ങളാണ്, അവരുടെ ജീവിതമാണ്. അത് സോഷ്യൽ മീഡിയയിൽ കൊടുത്തിട്ട് അങ്ങേയറ്റം നാറിക്കൊണ്ടിരിക്കുന്ന കുറേ ജാതികളാണ്, കുറേ ഉശിരും പുളി ഇല്ലാത്ത കുറേ കൂട്ടങ്ങളാണ്. അപ്പോൾ 2 കാര്യം ഇവരെ നോക്കിയിട്ട് ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ വയ്യ. സത്യം പറയാം, ഞാൻ ഈ ഫസ്മീനയുടെ കേസിൽ ഇവൻ ഈ ലല്ലൂമ്പി എന്ന് പറഞ്ഞവൻ ഒരു പക്ക കളിക്കാരനാണെന്നുള്ളത് ഏകദേശം നമ്മൾ കണ്ടാൽ ആരും അത്ര വെടിപ്പായിട്ടുള്ള ആൾക്കാരല്ല. ഇവരെല്ലാവരും കണക്കാണ്. ഇപ്പം ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ടീംസ് ഉണ്ടല്ലോ, രേണുസുതി ചേച്ചിയെ മാറ്റി എടുത്തിട്ടോ, അവരിതിലില്ല. മറ്റേ ഈ എന്താ പറയുക, ഈ സഫ, മെഹനു, പിന്നെ ഇവള്, മറ്റവൻ എല്ലാം കണക്ക്. ഞാൻ സീരിയസ് ആയിട്ട് ഇതിൽ ആരെങ്കിലും ഇപ്പോൾ സഹതാപം അർഹിക്കുന്നവരാരും ഇല്ല. കാരണം നേരെ ചൊവ്വയുള്ള ജീവിതം നയിക്കുന്ന ഒരാളും ഇതിലില്ല, എല്ലാം വടക്ക്. അപ്പം അതുകൊണ്ട് നമുക്കിപ്പോൾ അതിലാരാണ് ഏറ്റവും കൂടുതൽ മോശം എന്നുള്ളൊരു വിലയിരുത്തൽ വേണമെങ്കിൽ വിലയിരുത്താം. അതിൽ നിൽക്കുന്നില്ല. ജസ്റ്റ് കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചിട്ട് ഫൺ രീതിയിൽ ഇതിന് റിയാക്ട് ചെയ്യണം. കാരണം എന്താണെന്നറിയോ, ഇവർ 2 പേരും കൂടി ഒരു Q&A എന്താ സംഭവം എന്നുള്ളത് നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടവർക്ക് അറിഞ്ഞിട്ടുണ്ടാവും. അറിയാത്തവർക്ക് വളരെ ക്വിക്കായിട്ട് പറയാം. ഇവനെ ഒഴിവാക്കാനുള്ള കാരണം, അല്ലെങ്കിൽ ജീവിതത്തിൽ ഒഴിവാക്കി ഇവർ തമ്മിൽ പിരിയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇവൻ്റെ വഴിവിട്ട ബന്ധങ്ങളും അവീതങ്ങളും ആണെന്നുള്ളതാണ് ഇവൾ സമർത്ഥിക്കുന്നത്. അപ്പോൾ അത് പിന്നെ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ ഇടുന്നു. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഞാൻ ആ വീഡിയോ കണ്ട സമയത്ത്, ഇനീഷ്യലി ആ ഒരു വീഡിയോ കണ്ട സമയത്ത് എനിക്ക് മനസ്സിലായിട്ട് സംഗതി, ഇവളെ യാതൊരു വിധ താല്പര്യമില്ല. ഇതന്നെയാണ് ഇവൻ എല്ലാ വീഡിയോയിലും വന്നിരുന്ന് പറയുന്നത്, എല്ലാ ഇൻ്റർവ്യൂവിലും പറയുന്നത്. ഇവള് പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞിട്ട് കല്യാണം കഴിപ്പിച്ചു. അത് കഴിച്ചതിന് ശേഷം ഇവന് തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല, ഇവളെ കൂടെ ജീവിക്കാൻ ഇഷ്ടമല്ല. അതിൻ്റെ എക്സ്ട്രീം വേർഷനാണെന്ന് എൻ്റെ വീഡിയോ കാണുന്നത്. അതായത് ഇവളുടെ കൂടെ ജീവിക്കാൻ ഒരു തരി പോലും ഇഷ്ടമില്ലാത്തൊരു ചെറുപ്പക്കാരനെയാണ് അതിൽ കണ്ടിട്ടുള്ളൊരു ചങ്ങായിനെ. അപ്പോൾ അവൻ പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റ് തന്നെയാണ്. അവൻ പറഞ്ഞ, പക്ഷേ അവൻ ഇത്ര മാത്രമേ ഉള്ളൂ. ഈ ഒരു പിന്നെ അവരും തമ്മിലൊരു Q&A ആണ് കാണിക്കുന്നത്. ആ Q&A വീഡിയോ ഇവൾ പോസ്റ്റ് ചെയ്തിട്ടില്ല, പോസ്റ്റ് ചെയ്യാതെ വെച്ചിട്ടുള്ള ഒരു Q&A വീഡിയോ. ആ വീഡിയോ കണ്ട സമയത്ത് എനിക്ക് മനസ്സിലായ ഒറ്റ കാര്യമാണ്, ഇവൻ പറഞ്ഞിട്ടുള്ള 1-2 കാര്യങ്ങളുണ്ട്. ഇവൾക്ക് ഫുൾ ടൈം യൂട്യൂബ് ചെയ്യണം, യൂട്യൂബിൽ ആൾക്കാരെ പ്രീതിപ്പെടുത്തണം, അതിന് പൈസ വരണം എന്നുള്ളൊരു പോയിന്റ്. അത് നിന്ന് എനിക്ക് നല്ല രീതിയിൽ ഫീൽ ചെയ്തു കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഫസ്മീനയ്ക്ക് ഈ ഒരു വീഡിയോ എങ്ങനെയെങ്കിലും എടുക്കണം, ഇത് പബ്ലിക്കിലേക്ക് എത്തിക്കണം എന്നുള്ളത് അഭിനയിച്ചു കഴിഞ്ഞാലാണെങ്കിലും ഫസ്മീന വളരെ വൃത്തിക്ക് നല്ല രീതിയിൽ അഭിനയിക്കുന്നുണ്ട്. അഭിനയിച്ചിട്ടാണെങ്കിലും ആൾക്കാരുടെയൊക്കെ എത്തിക്കണം. മറ്റവനാണെന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ഈ റിലേഷൻഷിപ്പ് ഒന്ന് കഴിച്ചിലാവണം. ദാറ്റ്സ് വാട്ട് ഐ പേഴ്സണലി ഫെൽറ്റ്. കാരണം എന്താ വെച്ചാൽ ഇവൻ എങ്ങനെയെങ്കിലും ഇതൊന്ന് കഴിച്ചിലായാൽ മതി. ഈ പെണ്ണിൻ്റെ അടുത്തുനിന്ന് അവന് ഇനി എന്ത് തന്നെ അവൻ സ്വയം മാറിക്കഴിഞ്ഞാലും അവൻ ഇറങ്ങിപ്പോയാൽ മതി എന്നുള്ള കണ്ടീഷനിലെ മറുപടിയാണ് അവൻ കൊടുക്കുന്നത്. വീഡിയോ കാണാം, പക്ഷേ വീഡിയോ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ ഒരു റിലേഷൻഷിപ്പ് കഴിഞ്ഞിട്ടാണ് എന്ന് പറയുന്നുണ്ട്. എന്നിട്ടാണ് അവന് വേറൊരു പെണ്ണിന് വളരെ വൃത്തികെട്ട മെസ്സേജ്. ഓ മൈ ഗോഡ്,
വളരെ മോശം മെസ്സേജ്. ഒരു കാരണവശാലും ഇതിൻ്റെ അവസാനത്തെ വീഡിയോ നിങ്ങൾ കണ്ടു, എത്ര പേര് കണ്ടു എന്നുള്ള അറിയില്ല. ഏറ്റവും വൾഗറായിട്ടുള്ള സെക്സ് ടോക്കാണ് ഒരു പെണ്ണിനോട് പോയി ചെയ്യുന്നത്. മറ്റേ ചെക്കൻ അതൊന്നും ഒരിക്കലും നമുക്ക് അത് കണ്ടോടുകൂടി ഈ ഒരു ക്യു ആൻ റിയാക്ട് ചെയ്യേണ്ട രീതി പോലും മാറിപ്പോയി. ഞാൻ സത്യം പറഞ്ഞാൽ ഞാനൊരു ഫണ്ട് രീതിയിൽ ചെയ്യുന്നിടത്ത് നമ്മൾ കാണുമ്പോൾ ഇവൻ ആ പെണ്ണിനോട് ചാറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു പോർഷൻ കാണാൻ പറ്റും. ചാറ്റില്ല ഒരു ഫോൺ സെക്സിൻ്റെ സാധനം പറ്റുന്നുണ്ട്. ഏത് ഇവനൊക്കെ കല്യാണം കഴിക്കാൻ നടക്കുന്നുണ്ടല്ലോ. അപ്പം എന്തപ്പോൾ സഫേനെ ഒന്നും പറയല്ല. ആ റിഫേനെ എൻ്റെ മരണത്തിന് കാരണക്കാരനായിട്ടുള്ള മറ്റവനെ സഫ കല്യാണം കഴിച്ചു. അങ്ങനെ എത്രയോ ആൾക്കാരില്ലേ. ഇപ്പം നാളിപ്പോൾ മറ്റു ചങ്ങേനെ കണ്ടില്ല, നമ്മളെ മന്ത്രി ഇക്കണ്ട പരിപാടി മുഴുവൻ കാണിക്കുന്ന അതിനെ കല്യാണം കഴിക്കാൻ ഒരാളുണ്ടായില്ലേ. എന്നിട്ട് എല്ലാ കാര്യങ്ങളും കയ്യോടെ പൊക്കി വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞതിന് ശേഷം അവർ അതിന് മാപ്പ് കൊടുക്കാനോ ആ ചങ്ങായിക്ക് മാപ്പ് കൊടുക്കാനും ഇവിടെ ആൾക്കാരുണ്ടായി. അപ്പോൾ അങ്ങനത്തെ ഒരു ലോകമാണ്. വല്ലാത്ത ടീംസ് എന്ന് പറയാതെ വയ്യ. എന്തായാലും എന്താ നമ്മളെ പേര് ഫസ്ബിൻ്റെ വീഡിയോ കാണാം കേട്ടോ. ലെങ്തി ആവാൻ ചാൻസ് ഉണ്ട് വീഡിയോ, പക്ഷെ ഞാൻ ഇത് കംപ്ലീറ്റ് ഒന്ന് രസമാണ്, ഒന്ന് കോമഡി ആക്കി പോവാം. ആൻഡ് റിയാലിറ്റിയിൽ ഇവന്റെ കുറെ വീഡിയോയിൽ പറയുന്ന കുറെ കാര്യങ്ങൾ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ബിക്കോസ് ഭയങ്കര റെഡ് ഫ്ലാഗ് ആയിട്ട് തോന്നും. ഞങ്ങളുടെ ഫസ്റ്റ് Q&A ലവ് സ്റ്റോറി പറയുമ്പോൾ തന്നെ ആൾക്കാർ പറഞ്ഞു ഇവൻ നിങ്ങൾ സംസാരിക്കുന്നവന് താല്പര്യമില്ലാത്തവർ ഇവൻ അങ്ങനെ ഇങ്ങനെ. അവൻ എല്ലാവരോടും അങ്ങനെ തന്നെയാണ്. അവൻ ആരോടും പേഴ്സണലി ലവ് എന്ന് പറയുന്ന ഇമോഷൻ ഇല്ല. നിന്നോട് തീരെയില്ല, അത് വളരെ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. നിന്നെ ഒരു 10 പൈസയ്ക്ക് അവന് താല്പര്യമില്ല എന്നുള്ളത് എൻ്റെ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അവൻ എല്ലാവരെയും കാരണം എന്തോ ആയിക്കോട്ടെ, ഞാൻ എൻ്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ രീതിയിലാണ് കാണുന്നത്, അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. സോ അവന് ബാഡ് വരാണ്ടിരിക്കാൻ വേണ്ടി നീ ഒന്നും ചെയ്യണ്ട, എല്ലാം ഞങ്ങൾ ചെയ്തു. ഞാൻ കുറെ ഭാഗം എടുക്കുന്ന വീഡിയോസിൽ കട്ട് ചെയ്തിട്ടുണ്ട്. ബിക്കോസ് അവന്റെ സംസാരത്തിൽ റോങ് അടിക്കുന്ന എനിക്ക് നന്നായി. ഞാനൊന്ന് കിടക്കട്ടെ, റിലാക്സ് ചെയ്യട്ടോ. ഇത് സീരിയസ് അല്ല. ഞാൻ യുദ്ധത്തിന്റെ വീഡിയോ മറ്റേ ചാനലുകൾ കണ്ടവർക്ക് അറിയാം. ഞാൻ ആ യുദ്ധത്തിന്റെ ടെൻഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറെ പോർഷൻസ് ഒക്കെ കട്ട് ചെയ്തിട്ടുണ്ട് ഇഷ്ടംപോലെ വീഡിയോസിൽ. അത് എൻ്റെ അടുത്ത് ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും കാണിച്ചു തരുന്നുണ്ട് നിങ്ങൾക്ക്. അപ്പൊ നിങ്ങൾ എന്തായാലും ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. ഈ വീഡിയോ കണ്ടു നോക്കിയിട്ട് ലാസ്റ്റ് ഞാൻ ആ വോയിസ് ക്ലിപ്പും പ്ലേ ചെയ്യാം, പിന്നെ പോലീസിന്റെ ഇതും പ്ലേ ചെയ്യാം. ഡേറ്റും കാര്യങ്ങളും അതിനകത്ത് നിങ്ങൾ നോക്കിയാൽ മതി. എല്ലാം സെയിം ഡേറ്റ് ആണ്. 12 സെപ്റ്റംബറാണ് വീഡിയോ ആയിട്ട് ഇറങ്ങി പോകുന്നത്. പിന്നെ ഖതം ഖലാസ്. പിന്നെ ഇത്രയും എൻ്റെ അവിഹിതം ബുക്കിയിട്ടാണ് ഇവനെ ഇട്ടിട്ട് പോകുന്നതെന്ന് പ്രത്യേകം പറയുന്നുണ്ടല്ലോ. അവിഹിതം ബുക്കിയിട്ട് ഇട്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് മെസ്സേജ് അയക്കേണ്ട രീതിയാണോ ഇത്? ഈ മെസ്സേജ് എനിക്ക് പറയാൻ പറ്റില്ല. ഇത് പിന്നെ പറയാം. അവന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടെന്ന് പറയുന്നത്. അവൻ തെറ്റ് ചെയ്ത് ഏജന്റ് ആണ്, അവന്റെ ഈ കുരുത്തക്കേടെന്നൊക്കെയാണ് അവൻ പറഞ്ഞിട്ടുള്ളത് എൻ്റെ അടുത്ത്. അപ്പം ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് എന്തിനാണ് കാല് പിടിച്ച് വന്നത്? എൻ്റെ അടുത്ത് സെക്ഷലി താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞ് ഈ എരപ്പൻ എഴുതുന്ന കണ്ടോ? നിങ്ങൾ സ്ക്രീനിൽ കണ്ടോ? ഇവനവൾക്ക് അയച്ച മെസ്സേജാ. ഇതതിന് ശേഷമാണെങ്കിൽ ഉണ്ടല്ലോ. ശരി, അതിന് ശേഷം 9 ഡിസംബർ. മനസ്സിലാവുന്നില്ല. എന്നെ തിരിച്ചു വേണമെന്ന് ഇത്രയും കാല് പിടിച്ച് അതൊക്കെ ഇപ്പൊ എന്താ? സോ നീ തിരിച്ചു വന്നു ബിക്കോസ് എന്തുകൊണ്ട്? ബിക്കോസ് നിനക്ക് നിൽക്കാൻ നിവർത്തിയില്ലായിരുന്നു, നിനക്ക് പോകാൻ സ്ഥലമില്ലായിരുന്നു, നിനക്ക് എന്താ എനിക്ക് മനസ്സിലാവുന്നത്, നിനക്ക് എന്തായിരുന്നു വേണ്ടത്? പൈസ എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. ആൻഡ് എന്തോ ഭാഗ്യത്തിന് ഞാൻ ഒന്നും കൊടുക്കാത്തതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ഇപ്പോഴും ഞാൻ ആ ലൂപ്പിൽ പെട്ടെന്ന് പിന്നെ തലേന്ന് എന്തായാലും ഒഴിവായല്ലോ. ആ ഒരു സമാധാനത്തിൽ ഞാൻ ജീവിക്കുന്നുണ്ട്, എനിക്ക് പ്രശ്നമില്ല. പക്ഷേ കള്ളം പറയുമ്പോൾ എനിക്ക് സൂക്ഷിച്ച് കണ്ടും പറയാം. ബിക്കോസ് എൻ്റെ ഇഷ്ടംപോലെ കാര്യങ്ങൾ വേണ്ടി ഇരിപ്പുണ്ട്. ഞാൻ എന്തായാലും ഇനി എല്ലാം ഞാൻ എടുത്തിട്ട് നിരക്കും. ഫസ്റ്റ് ഞാൻ നിരക്കാൻ പോകുന്ന ഈ Q&A ആണ്. അപ്പൊ ഇത് കാണുക, ഇതിൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം കടിച്ചമർത്തി സങ്കടം ഉള്ളിൽ ഒതുക്കിയിട്ടാണ് ഞാൻ ഇരിക്കുന്നതെന്ന്. ആ വീഡിയോ നിങ്ങൾ ജസ്റ്റ് കണ്ടു നോക്കാം. ലാസ്റ്റ് ഞാൻ മറ്റേത് നീ സങ്കടം ഉള്ളിൽ ഒതുക്കി പിടിച്ചിരിക്കുന്നത് നിനക്ക് അതിന്റെ വ്യൂസ് കിട്ടാനാണ്. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു കേട്ടോ. സങ്കടമൊക്കെ ഉണ്ടായിരിക്കാം, പക്ഷേ നമുക്ക് എന്ത് സംഗതിയാണെന്നുണ്ടെങ്കിലും നാണം കിട്ടുകയാണെങ്കിലും പണം നേടണം എന്ന് ചിന്തിക്കുന്നവരുടെ അവസ്ഥ തന്നെയാണ്. അതും കൂടെ കീപ്പ് ചെയ്യാം. അപ്പൊ അത്രേ ഉള്ളൂ എനിക്ക് പറയാൻ. അടുത്ത വീഡിയോയിൽ കാണാൻ ഇൻഷാല്ലാ. അപ്പോൾ ഓക്കെ ഗൈസ്. ബൈ ദ വേ ഒരു കാര്യം പറയട്ടെ, ഇതുപോലെ Q&A എന്നും പറഞ്ഞു വരുന്ന വ്ളോഗേഴ്സിന്റെ പിന്നാലെയൊക്കെ പോകുന്ന ആൾക്കാരെ ചെരുപ്പെടുത്തടിക്കണം ആദ്യം. കാരണം നമ്മൾ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടില്ലേ, അതിന്റെ വേറൊരു രൂപം. സത്യം പറഞ്ഞ ഇത് സിനിമയാണെന്ന് വരെ എനിക്ക് തോന്നിപ്പോയി. എനിക്ക് ആഫ്റ്റർനൂണില് എനിക്ക് ചെറുപ്പം മുതൽ കണ്ടുണ്ട്. അവനാണ് ഏറ്റവും കൂടുതൽ. എനിക്ക് അറിയുന്നില്ലേ, ഫൈസൽ എന്ന് പറയും. നീ അറിയില്ല. അതായത് ഇവള് ലൈഫിൽ അങ്ങോട്ട് കൊണ്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലാക്കി തരാനൊന്നുമില്ല. ഇത് ക്ലാസ് എടുക്കുന്ന രീതിയിൽ പഠിപ്പിച്ചു തന്നിട്ടൊന്നും നേടാൻ വേണ്ടിയിട്ടില്ല. പക്ഷെ എന്നാലും ഇത് സത്യം. എനിക്ക് വേറൊരു സംശയത്തിലുണ്ട് കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യും. ഓൾറെഡി ഇവർ തമ്മിൽ പ്രശ്നമായിട്ട് നിൽക്കുന്ന സമയത്ത്, ഇത് ഞാൻ എൻ്റെ ഒരു സ്ക്രിപ്റ്റ് ആട്ടോ, ഇവർ ഏതായാലും സ്ക്രിപ്റ്റ് ഇടില്ല, അപ്പോൾ നമ്മളൊരു സ്ക്രിപ്റ്റ് ഇടാം. ഓൾറെഡി ഇവർ തമ്മിൽ പ്രശ്നമായിട്ട് നിൽക്കുന്ന സമയത്ത് ഭാവിയിൽ
ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള തെളിവ് ഫസ്മിൻ ഉണ്ടാക്കിയതാണെങ്കിലോ, എനിക്ക് അങ്ങനെ ഒരു സംശയം. അതായത് ഇവൻ ഈ രീതിയിൽ ബിഹേവ് ചെയ്യുള്ളൂ എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ഫസ്മിനൊക്കെ അറിയുമ്പോൾ ഫസ്മിനെ ഈ ഒരു ഇൻ്റർവ്യൂവിൽ കംപ്ലീറ്റ് സിമ്പതി പിടിച്ചു പറ്റുന്ന രീതിയിൽ പാവം പിടിച്ചിട്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ അതിൻ്റെ കാര്യം കഷ്ടമാണ്. ഇവൾ പറഞ്ഞത് കറക്റ്റ് ആണെങ്കിൽ കേട്ടോ, നമുക്കറിയില്ല. നേരെ മറിച്ചും ചിന്തിക്കാം, ഇഷ്ടമില്ലാത്തൊരു കല്യാണത്തിന് പിന്നെ നിർബന്ധിച്ച് കൊണ്ടുപോയിട്ടുള്ള ഒരു പയ്യൻ്റെ അവസ്ഥ, ഇവനേക്കാൾ ഒരു വയസ്സ് മൂത്തൊരു പെണ്ണ് അതിൽ പ്രഗ്നൻ്റ് ആവണു, അത് ഇവനല്ല അതിൻ്റെ കുട്ടി എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ കല്യാണം കഴിക്കേണ്ട ഒരു സിറ്റുവേഷൻ, അങ്ങനെ കല്യാണം കഴിച്ചിട്ടുള്ളൊരു പയ്യൻ്റെ അവസ്ഥ, അത് പരിതാപകരമാണ്. അപ്പോൾ രണ്ട് ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ ആരാണ് ഇതിൽ ശരി, ആരാണ് മറ്റോടത്ത് കിടക്കുന്നത് എന്നുള്ളത് നമുക്കറിയില്ല. കല്യാണം വേണ്ടാന്ന് വെക്കോ? തിരിച്ചോ പറ്റും കല്യാണം വേണ്ടാന്ന് വെക്കോ? ഇല്ലില്ല, വേണ്ടാന്ന് വെക്കത്തില്ല. ഇല്ലില്ല, ഞാൻ ചിലപ്പോൾ വേണ്ടാന്ന് വെക്കും. ഞാനിപ്പോ വേണ്ടാന്ന് വെക്കും. ബിക്കോസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് അത്ര ഏജൊന്നും ആയിട്ടില്ല. പിന്നെ എനിക്ക് മാരേജ് കോൺസെപ്റ്റിനോടൊന്നും ഇപ്പൊ കല്യാണം വേണ്ടാന്ന് വെക്കുന്നു. അത് എങ്ങനെ വേണ്ടാന്ന് വെക്കുന്നു? കല്യാണം ഇപ്പൊ തന്നെ വേണ്ടാന്ന് വെക്കും. അതായത് ഞാനായിട്ട് റിലേഷൻ ആയിട്ടിരിക്കുന്നു. ഇവൾ കംപ്ലീറ്റ് അഭിനയം കേട്ടോ. ഇവൻ ഊടായിപ്പാണ്. ഇവൻ തനിയൊരു എന്താ പറയുക, ഒരു പണ്ണൽബി, എന്താ പറയുക, തനിയൊരു പ്ലേ ബോയ് ആണ് ഇവൻ. അത് വളരെ കൃത്യമായിട്ട് എക്സ്ട്രീം പ്ലേ ബോയ് ആണ്. ബെസ്റ്റ് പ്ലെയർ ഓഫ് ദ മാച്ച് ഓഫ് ദ ബോയ് ആണ് അവൻ. പക്ഷേ ഇവൾ ഭയങ്കര അഭിനയമാണ്. ഇങ്ങനെ ജീവിതമല്ലേ ആലോചിച്ചൊക്കെ. ഇങ്ങനത്തെ കുറേ എണ്ണങ്ങളുണ്ടല്ലോ ഭഗവാനെ ജീവിതത്തിൽ. ഞാൻ ഇതിൻ്റെ ഇടയിൽ കുറേ കമൻസ് കണ്ടു. ഇവറ്റൊക്കെ ജീവിതം കാണുമ്പോൾ ഞാനൊക്കെ എത്രത്തോളം നല്ലൊരു പെണ്ണാണ് എന്ന് പിന്നെ എനിക്കിപ്പോഴാണ് മനസ്സിലാവുന്നത്. ഞാൻ എത്രത്തോളം നല്ല ജീവിതമാണ് നയിക്കുന്നത് എന്നുള്ള വിറ്റങ്ങളൊക്കെ ജീവിതം കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. കമൻസ് ഉണ്ട് അതിൽ. ജസ്റ്റ് റിലേഷൻ ആയിട്ടിരിക്കും, അല്ലാതെ കല്യാണം കോൺസെപ്റ്റിനോടൊന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ ചില സാഹചര്യങ്ങൾ സന്ദർഭങ്ങൾ കിട്ടി. ഇനിയിപ്പോ ടൈം ട്രാവൽ ചെയ്യാൻ പറ്റത്തില്ലല്ലോ, അതിന്റെ കാര്യമില്ല. ലോങ് ഡിസ്റ്റൻസ് ആയാലും സീനുണ്ടോ? എനിക്ക് സീനൊന്നുമില്ല. എനിക്ക് ലോങ് ഡിസ്റ്റൻസ് ആയപ്പോൾ എല്ലാ വർഷവും അല്ലേ, ഒരു വർഷമല്ല, അതിലും വലിയ കാര്യമില്ല. എനിക്കോ? എനിക്ക് ലോങ് ഡിസ്റ്റൻസ് ഇഷ്ടമല്ല. ഇഷ്ടമുള്ള ആൾക്കാരുടെ നിന്ന് മാറി നിൽക്കുന്ന ഇഷ്ടമല്ല. എനിക്ക് ആ ഒരു സീനൊന്നുമില്ല. എനിക്ക് ലോങ് ഡിസ്റ്റൻസ് ആയ എന്താ, എനിക്ക് അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല. റിലേഷൻഷിപ്പിലായിട്ട് സീക്രട്ട് എന്തെങ്കിലും ഇതായിരുന്നു? റിലേഷൻഷിപ്പില് സീക്രട്സ് ഉള്ളത് ഓക്കെ ആണോ? റിലേഷൻഷിപ്പില് സീക്രട്സ് ഉള്ളത് ഓക്കെ ആണെന്ന് ചോദിച്ചാൽ അതില്ല. രണ്ടാളും നമുക്കിടയിൽ നമ്മളിപ്പോ കല്യാണം കഴിഞ്ഞ ശേഷം ഞാൻ അറിയാത്ത എന്തെങ്കിലും സീക്രട്ട് എനിക്കുണ്ടോ, അത് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഓക്കെ ആണോ, അതാണ് ചോദിക്കുന്നത്. എന്റെ മനസ്സിലങ്ങനെ ഇരിക്കാറ്. ആരും പറഞ്ഞാലും എല്ലാവരും പറയുന്നല്ല, ഒന്നിലും ഗിറ്റാറെടുത്ത് അല്ലെങ്കിൽ ഇവന്റെ അടുത്ത്. ഇന്നലെ ഇവൻ്റെ ഒരു ഇൻ്റർവ്യൂ ഇറങ്ങിയിട്ടുണ്ട്. ഈ ഇൻ്റർവ്യൂവിൽ ഇവൾ ഡയറിയിൽ കുറച്ച് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ആ ഡയറിയിൽ എഴുതി വെച്ചു എന്ന് പറഞ്ഞിട്ട് കുറച്ച് സ്ക്രീൻഷോട്ട്സ് കാണിക്കുന്നുണ്ട്. അതിൽ ഒരു കാര്യം പറയുന്നുണ്ട്, ജെ ഗേവ് മീ വെരി ഗുഡ് സെക്സ് എന്നോ അങ്ങനെ എന്തോ ഒരു സാധനം ഇവിടെ എഴുതി വെച്ചിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ഉണ്ട്. ഇന്നലെ ഇറങ്ങിയതാ. ആ ഇൻ്റർവ്യൂവിൽ ഇവൻ പറയുകയാണ്, ഇവൾ തന്നെ ഡയറിയിൽ എഴുതി വെച്ചിരിക്കുക. എല്ലാം നല്ല എന്താ പറയുക, അഡ്ജസ്റ്റ്മെൻറ്റല്ല പറയുക, നല്ല സൽസ്വഭാവികളായിട്ടുള്ള രണ്ടുപേരും ആരുടെയും അടുത്ത് എന്തായാലും പറയും. പാർട്ട്ണറിന്റെ അടുത്ത് നമ്മൾ എന്തായാലും പറയേണ്ട കാര്യമാണ് നമ്മൾ പറയും. സീക്രട്ട് വയ്ക്കുന്ന നല്ലതാന്ന് തോന്നുന്നില്ല. എനിക്ക് പറയാൻ പറ്റാത്തതാണെന്നുണ്ടെങ്കിൽ പാർട്ട്ണർ ആയിക്കോട്ടെ, ലീഡർ ആയിക്കോട്ടെ, ആരായിക്കോട്ടെ, ഞാൻ പറയത്തില്ല, മനസ്സിൽ വെക്കാം. നമ്മളെ സീക്രട്ടോട് മറ്റുള്ളവർ പറയേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നില്ല. അപ്പൊ പാർട്ട്ണർ ആയിക്കോട്ടെ, ആരായിക്കോട്ടെ, എനിക്ക് തോന്നില്ല. സീക്രട്ട് എനിക്ക് ഇഷ്ടം പറഞ്ഞിട്ട് ഞാൻ അതുപോലെ നിന്നോട് പറയാതെ എന്തൊക്കെ കാര്യങ്ങളുണ്ട് ഒക്കെ നിന്നോട് പറയണമെന്ന് ഒരിക്കലല്ലോ. നമ്മൾ ഫുള്ള് ചിൽമയില്ലല്ലോ, ഓപ്പൺ മൈൻഡ് അല്ല. നമുക്കിപ്പോ എന്തെങ്കിലും പ്രശ്നം ഞാൻ എന്നോട് എൻ്റെ എല്ലാ കാര്യത്തിനും ഇതാക്കുന്നില്ലല്ലോ. എനിക്ക് എന്തായാലും സീക്രട്ട് ഉണ്ടാവും. അത് ഞാൻ എൻ്റെ ഉള്ളിൽ വെക്കുന്നത്. ഞാൻ എൻ്റെ ഒരു ഇതിൽ വന്നിട്ട് ഞാൻ ഉണ്ടാക്കാൻ വരുന്നില്ല. അടുത്ത ദിവസം ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല. പിന്നെ നമ്മൾ ചോദിക്കുമ്പോൾ ഞാൻ തന്നെ പറയുള്ളൂ. സീക്രട്ട് ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെയല്ല, നമ്മള് അങ്ങനെ നീ അടുത്ത ദിവസം സീക്രട്ട് പറഞ്ഞു നോക്കട്ടെ. വീഡിയോയിൽ പറഞ്ഞ ഡയറക്റ്റ് നിന്നെ മുഖത്തേക്ക് വരണം. എപ്പോഴും അടുത്ത് പാർട്ട്ണർ ഉള്ളതാണോ ഒറ്റയ്ക്ക് ഇരിക്കുന്നതാണ് ഇഷ്ടം? എനിക്കങ്ങനൊന്നുമില്ല, എന്തായാലും കുഴപ്പമില്ല. എനിക്ക് ഓക്കെയാണ്. ഞാൻ എല്ലാ മോഡിലും ഓക്കെയാണ്. എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഇഷ്ടമല്ല, പൊതുവെ ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഇഷ്ടമല്ല.
ഇഷ്ടമല്ല. ഇഷ്ടമല്ല, ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കാറില്ല, പാർട്ണറുള്ളത് ഇഷ്ടം. ഫസ്മിനിക്ക് സിനിമയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഒരു അവാർഡ് മണക്കുന്നുണ്ട് കേട്ടോ. സിനിമയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അല്ല മറ്റൊന്നും കണക്കാട്ടോ, രണ്ടും. അല്ലെങ്കിൽ ഫാമിലി, ഒറ്റയ്ക്ക് ഇരിക്കാറില്ല. ഏജ് കുറഞ്ഞ ആളെയാണോ കൂടിയ ആളെയാണോ കല്യാണം? കുറഞ്ഞ കുറഞ്ഞാളെ കെട്ടിയത് പ്രശ്നമുണ്ടോ? ആ, അതായത് നീ എന്നൊക്കെ വിചാരിച്ച അറിയാലേ, അപ്പൊ നിനക്ക് എന്നോട് എനിക്ക് മനസ്സിലായി. ഞാൻ ഏത് ക്വസ്റ്റ്യൻ എനിക്കറിയാലോ. അത് നിനക്ക് പ്രശ്നമുണ്ടോ? എനിക്ക് പ്രശ്നമില്ല. നിനക്ക് ഏജ് കൂടിയ ആളെ കെട്ടിയത് പ്രശ്നമില്ല. ഏജ് കൂടിയ ആളെ കെട്ടിയത് പ്രശ്നമുണ്ടോ? നിന്നോട് ചോദിക്കുമ്പോ ഞാൻ ഇനി നിന്റെ എന്താണ് ഞാൻ ഇനി പറയണ്ടത്? എനിക്ക് പറഞ്ഞ ആളെ പ്രശ്നമുണ്ടോ? അങ്ങനെ തോന്നിക്കണോ? ഞാൻ ഇതുവരെ തോന്നിയിട്ടില്ല. എന്റെ കേസ് എടുത്ത് നോക്കുമ്പോ എന്താ പറയാ, എനിക്ക് എന്നെ കയ്യിൽ 2-3 വയസ്സ് കുറഞ്ഞ ആളെ കെട്ടണമെന്നൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ കാറ്റില് പറഞ്ഞു. പിന്നെ അമ്മായി ചിരിക്കുന്ന മാതിരി ചിരിക്കാൻ പറഞ്ഞ കാറ്റിലാണ്. എന്റെ കയ്യിൽ 3 ഏജ് പറഞ്ഞ ആൾക്കാരെ എനിക്ക് ഒരു 3 ഏജ് അല്ലെങ്കിൽ 4 ഏജ് പറഞ്ഞ ആൾക്കാരെ കെട്ടണമെന്ന് എനിക്ക് ആഗ്രഹം. അതായത് എനിക്ക് 20 ആണെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് എനിക്ക് 24 ആണെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് 20, അങ്ങനത്തെ ഒരു റേഞ്ചിലെ എനിക്ക് താല്പര്യമുണ്ട്. നമ്മൾക്ക് പ്രണയത്തിൽ എനിക്ക് അങ്ങനെ സീരിയസ് ആയിട്ട് വരും. ഞാൻ ഈ ഒരു പോയിന്റിലൊക്കെയാണ് എനിക്ക് സംശയം തോന്നിയൊരു കാര്യമുള്ളത്. ഇവള് മനഃപൂർവ്വമാണ്, ഇവനൊരു തരികടയാണ്, ഓക്കെ, മനസ്സിലാവുന്നുണ്ട്. പക്ഷെ സംശയം എന്താ വെച്ചാൽ ഇത്രയും ദിവസം ഇവൻ്റെ കൂടെ കഴിഞ്ഞിട്ടുള്ള ഇവൾക്ക് ഇവൻ്റെ ഉള്ളിലിരിപ്പ് ഇതാണ്, ഇവൻ്റെ ആറ്റിറ്റ്യൂഡ് ഇങ്ങനെയാണെന്നുള്ളത് അറിയില്ലേ? എൻ്റെ ഒരു സംശയം അതാണ്. ഷിബിലി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ലല്ലൂമ്പി ഇതുപോലെയാണ്, ഇവൻ്റെ മനസ്സിലിരിപ്പ് ഇതെല്ലാം ആണ് എന്നുള്ളത് കൂടെ കഴിയുന്ന ഒരു പെണ്ണായിട്ടുള്ള ഇവർക്ക് അറിയില്ലെങ്കിൽ ഇവർ വേറെ വല്ല പണിക്കും പോകാന്നല്ലേ? ഇവക്കത് വളരെ കൃത്യമായിട്ട് അറിയാം. അറിഞ്ഞിട്ടും ഇവൾ ഇൻ്റർവ്യൂവിൽ വന്നിട്ട് അവനുള്ള കാര്യം തുറന്നു പറയുമ്പോൾ അവൾ അപ്പോഴും അറിയാത്ത പോലെ അഭിനയിച്ചിട്ട് ഒരു സഹതാപം പിടിച്ചു പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. പക്ക അഭിനയമാണ്. അത് കുറച്ചുകൂടി കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. എൻ്റെ ഒരു ഡൗട്ട് കേട്ടോ. അയച്ചിട്ട് മറ്റവും ഭയങ്കരമാണെന്ന് ഞാൻ പറഞ്ഞില്ല, മറ്റവും ഭൂലോക ഡാഷാണ്, അത് വേറെ കഥ. പക്ഷെ രണ്ടും കണക്കാണ്. എനിക്ക് പോകുന്നല്ല സ്ഥിതി. ഇവറ്റങ്ങൾ രണ്ടും കൂടി പിരിഞ്ഞിട്ട് ഇപ്പം വേറൊരു പെണ്ണിനെ കല്യാണം കഴിക്കും, ഇവൾ വേറൊരു ചക്കരയും കല്യാണം കഴിക്കുമല്ലോ. ഐറ്റങ്ങൾ രണ്ടെണ്ണത്തിൻ്റെ ജീവിതം എന്താവുന്നുള്ളത്. ഇതേപോലെ രണ്ടെണ്ണമാണ് അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളതെങ്കിൽ പിന്നെ പ്രശ്നമില്ല. പക്ഷെ എന്നാലും ഒന്നും അറിയാത്ത 2 വീട്ടുകാരുണ്ടാവുമല്ലോ, 4 വീട്ടുകാർ. മാറിയാൽ മാക്സിമം എത്ര ദിവസം, എത്ര നാള് വെച്ചോ? ദിവസം കിട്ടും, അല്ലെങ്കിൽ എത്ര മണി? ഓക്കെ, മാറിയാൽ എനിക്കെത്ര എനിക്കെത്ര മാറി? എനിക്കത് പ്രശ്നമില്ല. എനിക്കങ്ങനെ എത്ര ദിവസം അങ്ങനൊന്നുമില്ല. ഞാൻ എത്ര മണി മാറി എനിക്കത് സീനില്ല. എനിക്ക് എൻ്റെതായിട്ടുള്ള ചിന്ത, എൻ്റെ ഫ്രണ്ട്സ്, അതൊക്കെ എനിക്ക് ഇമ്പോർട്ടൻ്റ്. നിനക്കോ? അതായത് ഇത്ര മാറി നിൽക്കുന്നതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. എനിക്ക് എന്ത് പ്രശ്നമില്ല. ഇതൊന്നും ഇവക്ക് ആദ്യം മനസ്സിലാവില്ല എന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നമുക്ക് ഇപ്പൊ ഇങ്ങനെ എടുത്തിട്ട് ഇപ്പോൾ വന്നങ്ങോട്ട് കസേരയിൽ ഇരിക്കുന്ന സമയത്താവും എൻ്റെ സ്വഭാവം മാറിയിട്ടുണ്ടാവുക. ഇതൊക്കെ ഞാൻ വിശ്വസിക്കില്ല കേട്ടോ. ഞാനൊരിക്കലും നോ. വിളിക്കാൻ നമ്മളെ മര്യാദയിൽ ഒരാൾ വിളിക്കൂലേ? അപ്പൊ പിന്നെ എന്താക്കണം, നിനക്ക് അങ്ങനെ കാരണം നീലം വിളിച്ചിരുന്നു. ഞാൻ നാട്ടിൽ പോയിട്ട് ഇവിടെ ഒരാളും കൊണ്ടുണ്ടായിരുന്നു. ഞാൻ 2 ആഴ്ച അല്ലെങ്കിൽ 1 വീക്ക് ഉണ്ട്, ഒരാഴ്ച ഉണ്ട്. ഞാൻ ഈ വിളിച്ചെത്തിയിട്ടില്ല. നിനക്കോ? എനിക്കെന്ത് ചെയ്യും? കോൺസെപ്റ്റിലുള്ള അതായത് കോൺസെപ്റ്റിലുള്ള പാർട്ട്ണർ ഇപ്പോഴത്തെ പാർട്ട്ണറായിട്ട് ബന്ധമുണ്ടാവും. അതായത് എന്റെ കോൺസെപ്റ്റിലുള്ള ഹസ്ബൻഡ് മനസ്സിലുണ്ടായിരുന്ന ആൾക്ക് നീയായിട്ട് ബന്ധമുണ്ടോ? മനസ്സിലുണ്ടായിരുന്ന ആള് മനസ്സിലായ കോൺസെപ്റ്റ് ഒന്നും ഇല്ലായിരുന്നു. നല്ല സ്നേഹമുള്ള ആളെ കെട്ടണമെന്നായിരുന്നു. സ്നേഹം പറ്റില്ലാത്ത ആളെ കെട്ടണമെന്നായിരുന്നു. കോൺസെപ്റ്റുമായിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല. ഇല്ല, സ്നേഹമുള്ള ആളെ കെട്ടണമെന്നായിരുന്നു. പക്ഷെ എന്റെ ഒരുപാട്
ഇനി നീ നിഷ്കുമല്ല, നീ യഥാർത്ഥത്തിൽ ഇങ്ങനെയാണെങ്കിൽ എൻ്റെ കാര്യം, നീ രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ച് സന്തോഷിച്ച് പടക്കം പൊട്ടിച്ച് വേറെ വല്ല വഴിക്കുമ്പോൾ ഇതും കൊണ്ടിരിക്കല്ലാതെ. ഇതിനിപ്പോൾ നാടൊട്ടൊക്കെ അറിഞ്ഞ് നാറി പുറത്തിറങ്ങി നടക്കാൻ പറ്റൂ? എന്തോ ഒരു പ്രശ്നമുണ്ട്, എന്താ പ്രശ്നമുണ്ട്? ഒരുമാതിരി ഇതായിരുന്നു. ഇത് നമ്മൾ കീഴെടുക്കുമ്പോ ഓൾറെഡി പറഞ്ഞാണോ സത്യനായിട്ട് കൊടുത്ത് പിന്നെ കീഴെടുത്തിന് അവിടെ ഇവൻ ഇതെങ്കിലും ഉപയോഗിച്ച് കഴിച്ചതാവുള്ള ഇത് അവസാനത്തെ വണ്ടി എന്നുള്ള കണ്ടീഷനിലാണ് ഇവൻ കൈയാട്ടുന്നത്. കമന്റുകളുള്ള കോൺസെപ്റ്റ് ഞാൻ കാര്യം കേട്ടെ, എനിക്ക് അതിനോട് ആദ്യം പറഞ്ഞിട്ടില്ല. എന്റെ കോൺസെപ്റ്റില് എന്താ പറയാ, മലപ്പുറത്തെ ഒരു കുട്ടി, പിന്നെ അതേമാതിരി ദീനിയായിട്ടുള്ള കുട്ടി, അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ആയിരുന്നു എനിക്ക്. തട്ടൊക്കെ ഇട്ട് അതൊക്കെ ഓക്കെ. എത്രയായാലും നമ്മുടെ കോൺസെപ്റ്റുള്ള ഒരാളെ ഫേസ് പോലെ ആവില്ലല്ലോ. കോൺസെപ്റ്റ് ഫേസും എല്ലാം കൊണ്ടും എന്താ പറയാ, ആ കോൺസെപ്റ്റാണ് എനിക്ക്. മേബി മാരേജ് ലൈഫിൽ ഹാപ്പി ആണ് രണ്ടാളും. മാരേജ് ലൈഫിൽ ഇതൊരു കുഴപ്പമൊന്നുമില്ല. ഇത് എന്തിനാ നമ്മൾ പറയണത് അറിയാം? ക്യാമറയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങളെ പറ്റിക്കാൻ. പൊട്ടന്മാരായ സബ്സ്ക്രൈബേഴ്സ് 5 ലക്ഷം ആൾക്കാർ ഇവിടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്, സോറി വീഡിയോസ് കാണുന്നുണ്ട്. അവരെ പറ്റിക്കാൻ വേണ്ടിയിട്ട്, ഇത് വിശ്വസിപ്പിക്കാൻ വേണ്ടി പറയാം ഞാൻ മാരേജ് ലൈഫിൽ ഹാപ്പിയാണെന്ന്. പ്രിൻസ് ആൻഡ് ഫാമിലി ഇത് കണ്ടെടുത്താണോ, പ്രിൻസ് ആൻഡ് ഫാമിലി ഒക്കെ ഇത് കോപ്പി അടിച്ചാണോ, അതോ ഞാൻ അത്രയും എന്ത് ചെയ്യും? എനിക്ക് വഴക്കുണ്ടാകുമ്പോ ഇടയ്ക്ക് വിഷമം വരും, പക്ഷെ അവന് പൊതുവെ നോക്കുമ്പോ ഹാപ്പിയാണ്. എനിക്കും വല്ല കുഴപ്പമില്ല, അങ്ങനെ പോണം. എനിക്ക് കുഴപ്പമില്ല, ഹാപ്പിയാണെന്ന ചോദ്യം. ഇപ്പുള്ള കാര്യം തുറന്നു പറയുന്നുണ്ട്. ഇപ്പൊ എന്തൊക്കെ ഇന്റർവ്യൂല് പറഞ്ഞിട്ടില്ല അതന്നെ എപ്പോഴും പറഞ്ഞിട്ടുള്ളൂ. ആള് തെണ്ടിയാണെങ്കിലും എന്താ ഇങ്ങനെ സംസാരിക്കണേ? ഹാപ്പി ആണെന്ന് പറയണ്ടേ? ഹാപ്പി അല്ലേ? അപ്പൊ നമ്മള് എന്താ പറയാ, വീഡിയോ ഒക്കെ കണ്ടിട്ട് ചെയ്യല്ലേ, അപ്പൊ നമ്മള് മനസ്സിലുള്ള കാര്യം പറയണ്ടേ. അപ്പൊ അനക്ക് മനസ്സിലാക്കിയാണെങ്കിൽ ചെയ്യാം, അനക്ക് മനസ്സിലാക്കി ഹാപ്പിയാക്കാൻ പറ്റുമെങ്കിൽ ഹാപ്പി ആക്കാം, അത്രേ ഉള്ളൂ. അല്ലാതെ എനിക്ക് ഹാപ്പി അല്ല, എന്നോട് ആരംഭില്ലല്ലോ, ഞാൻ ഹാപ്പി അല്ല. വീഡിയോ അല്ല, വീഡിയോ എടുക്ക്, കുറെ ആൾക്കാർ കാണാണ്ടല്ലോ, അതിന്റെ പൈസ, ഇതിന്റെ പൈസയും കിട്ടുകയാണല്ലോ. ഇതിപ്പോ എത്ര ആൾക്കാർ കണ്ടു? ഒരു മണിക്കൂറിൽ ഏകദേശം 1 ലക്ഷം ആൾക്കാരായിട്ട് കണ്ടു. മനസ്സിലായോ? മാറ്റി മനുഷ്യന് വേറെ പരിപാടി മാറ്റി ശരിക്കും വീഡിയോ എടുക്കേ. ഇവൻ ഇന്റർവ്യൂല് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇവിടെ നേരം ക്യാമറ എടുക്കുകയാണെന്നുള്ള കേട്ടോ. അതേപോലെ ആൾക്കാരെ പറ്റിച്ച് സബ്സ്ക്രൈബേഴ്സിനെ ഉണ്ടാക്കി വ്യൂസ് കൂട്ടാനുള്ള, ജീവിക്കാനുള്ള ഓരോ തത്രപ്പാട് നല്ലോണം എന്താ പറയല്ലേ. ലിവിങ് ലൈഫ് ആണോ, ലിവിങ് ലൈഫ് ആണോ അതോ മാരേജ് ലൈഫ് ആണോ? കല്യാണം ലിവിനാണോ ഇഷ്ടം? കല്യാണം ഒബ്വിയസ്ലി. ലിവിൻ വെച്ചെന്താ കല്യാണം? എന്താ അഭിനയം, എന്തൊരു അഭിനയാണ് ഫസ്മീന. എന്തിനങ്ങനെ അഭിനയിക്കുന്നത്? ഇത്രയൊക്കെ അഭിനയം ഉണ്ടെങ്കിൽ വല്ല സിനിമയിലും ട്രൈ ചെയ്തുകൂടെ കുട്ടി? നല്ല ടോപ്പിൽ നിൽക്കുന്ന ഡയറക്ടേഴ്സ് കുത്തിക്കൊണ്ടുപോലോ. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഒരാൾ കൂടെ കുറച്ചു കാലം ജയിച്ചിട്ട് പിന്നെ നമുക്കൊരു ബുദ്ധിമുട്ട് നീ തോന്നി ഒഴിവാക്കാം. പക്ഷെ ഇത് കല്യാണം കഴിഞ്ഞിങ്ങനെ പിന്നെ ഒരു നായ്ക്കോട്ടിലിട്ട മാതിരി പോലെ. അപ്പൊ പിന്നെ നിന്റെ സ്ക്രിപ്റ്റ് വർക്കൗട്ട് ആവുന്നുണ്ട് കേട്ടോ ഫസ്മീന, വളരെ കൃത്യമായിട്ട്. ഇത് ആ കാര്യം അവൻ കുടുങ്ങേണ്ടവനാണ്, പക്ഷെ എന്നാൽ ഇത് അവനെ കുടുക്കിയതാ എനിക്ക് തോന്നുന്നു കേട്ടോ. കാര്യം അവൻ പെടണം, അവൻ നാറേണ്ടവനാണ്, കാരണം അത്രയും അവൻ്റെ കയ്യിലിരിപ്പുണ്ട്. അത് അവസാനത്തെ ഒരു ഫോൺ കോൾ കേട്ടോ മനസ്സിലാവും.
കല്യാണം കഴിഞ്ഞ് നമ്മളുടെ ഒരു ഇതിലാണ്ട് ലോക്കായി ഞാൻ ഇതുവരെ ചെയ്തിട്ടുണ്ടോ? അങ്ങനെ മര്യാദക്ക് ഉത്തരം വീഡിയോയില് നിന്റെ ഉത്തരം വേണ്ടേ? നീ മര്യാദക്ക് തന്നെ ലിവിങ്ങിന് ഇഷ്ടം പറഞ്ഞ സീനം നിനക്ക് പറ്റുന്നില്ലെങ്കിൽ ഫസ്മിന ഈ ഒരു സ്പോട്ടിൽ വെച്ചിട്ട് കട്ട് ചെയ്ത് പോയിക്കോ വീഡിയോ. പിന്നെ എന്തിനാ കണ്ടിന്യൂ ചെയ്യുന്നത്? ഇങ്ങനത്തെ ഒരുത്തരാണ് കൂടെയുള്ള ഭർത്താവ് എന്ന് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കില്ലേ? പിന്നല്ലേ വീഡിയോ ഇത് വളരെ കൃത്യമായിട്ട് എടുത്തു വെച്ചെന്ന് എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നു കേട്ടോ. പക്ഷെ നീ കല്യാണം നടക്കൂട്ടാണെന്ന് പറയല്ലേ? കറക്റ്റ് ഉത്തരം കൊടുക്കുക. ലിവിയാണ് ഇഷ്ടം, കല്യാണം കുഴപ്പമില്ല. കല്യാണത്തിനായത് എനിക്ക് ലിവിങ് ആണ് ഇഷ്ടം. എടാ വൃത്തികെട്ട സ്വഭാവമുള്ള പൊട്ട, നീ എന്നെ പൊട്ടനാക്കിയതാണ്. നീ ഓൾറെഡി ഇത് അനുഭവിക്കേണ്ടവനാണ്. കാരണം അത്രയും വൃത്തികെട്ട സ്വഭാവം മറ്റുള്ള പെണ്ണുങ്ങളോട് ഇതിലും വളരെ പെർവേർട്ടഡ്, ആ ഒരു രീതിയിലുള്ള പെർവേർട്ടഡ് എന്ന് പറയില്ല, മറ്റേ തിരുപ്പും കളിയായിട്ട് നടക്കുന്ന നിനക്കത് കിട്ടണം. ഞാന് best thing happened in 2025. ഈ വർഷം ഞങ്ങളുടെ നിൽക്കാം. അതാണ് ബെസ്റ്റ് തിങ്. ഇങ്ങനത്തെ ഒരുത്തനായിട്ടേ ഇതൊക്കെ ആയി കഴിഞ്ഞിട്ടും പിരിയുന്നതിന് മുന്നേ എടുത്ത വീഡിയോയിൽ നിക്കാഹ് ഇരുത്തൊക്കെ കണ്ടോ? എനിക്ക് ഈ വർഷം ഒരു വണ്ടി എടുത്തു. അതാണ് എനിക്ക് നമ്മള് എന്തെങ്കിലും അച്ചീവ്മെന്റ്, ഒരു വണ്ടി എടുക്കുന്ന അച്ചീവ്മെന്റ് അല്ലേ, അതാണ് എനിക്ക് ഇമ്പോർട്ടന്റ്. ഇഷ്ടമാണോ കിട്ടുന്നത് അച്ചീവ്മെന്റ് അല്ലേ? അതല്ലേ നമ്മളപ്പം ഞാൻ ക്യാരക്ടർ അതിന്റെ ക്യാരക്ടർ ഉള്ളെന്ന് വരട്ടെ, അഭിനയം ഉള്ളെന്ന് വരട്ടെ. ഇപ്പൊ ഒരു സാധനം നമുക്ക് പേടിയാന്നൊക്കെ പറഞ്ഞാൽ അത് തന്നെ പേടിക്കൊണ്ടിരിക്കും. ഇപ്പൊ എനിക്ക് ഇരുട്ട് പേടിയാണെങ്കിൽ അത് തന്നെ ചെയ്തോണ്ടിരിക്കും. ഇരുട്ടത്ത് ലൈറ്റ് ഓഫ് ചെയ്ത് അങ്ങനെ കളിച്ചു. എനിക്ക് ഭയങ്കര ദേഷ്യം വരും. അതാണ് പ്രത്യേകത. എനിക്ക് ഇവിടെ സ്വഭാവം മൊത്തത്തില് പിന്നെ എന്താ പറയാ, ഇങ്ങനെ പറയണേ ശിവിലി അങ്ങനത്തെ പറയട്ടെ, അപ്പോഴല്ലേ അവർക്ക് കോണ്ടന്റ് കിട്ടുള്ളൂ. എനിക്ക് ഇവിടെ ചില സ്വഭാവം ഇഷ്ടപ്പെടില്ല, അത്രേ ഉള്ളൂ. ഓക്കെ, ഇതൊക്കെ ഇവര് പിരിയാതെ ഈ Q&A എങ്ങാനും പോസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ അതിൻ്റെ ഇടയിൽ എത്ര ആൾക്കാർ ഇവർക്ക് തേനും പാലും ഒഴുക്കുമായിരുന്നു അല്ലേ? എത്ര പേര് പറയും ഈ ഫസ്മിനേൻ്റെയും ഷെബിലിൻ്റെയും പോലെ ഒരു ക്യാരക്ടറായിട്ട് ഒരു കപ്പിളായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ മക്കളായി ഞങ്ങൾ പിറന്നിരുന്നുവെങ്കിൽ, ആ വീട്ടിലൊരു അംഗമായി ഞാൻ മാറിയിരുന്നെങ്കിൽ, സത്യത്തിൽ നിങ്ങളെ കാണുമ്പോൾ എൻ്റെ വീട്ടിലിരിക്കുന്നവനെ പിടിച്ച് കുളത്തിലെറിയാൻ തോന്നുന്നു. ഇങ്ങനെയൊക്കെ പറയുന്നതിനെ ഓപ്പൺ റിലേഷൻഷിപ്പ് ഓക്കെയാണോ? നോ. ഓപ്പൺ റിലേഷൻഷിപ്പ് എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാമോ? തമാശ കളിക്കില്ല. ഓപ്പൺ റിലേഷൻഷിപ്പ് ഓനതറിയാം, നിനക്കും അറിയാം. ഇതൊന്നും അറിയാതിരിക്കുന്ന നമ്മളാണ്. ഓപ്പൺ റിലേഷൻ എന്താ? ഓപ്പൺ ആയിട്ട് റിലേഷൻ വെച്ചാൽ രണ്ടേ ഓപ്പൺ ആയിട്ടിരിക്കും. അതായത് രണ്ടൊക്കെ റിലേഷൻ ഉള്ളതൊക്കെ ഓക്കെയാണ്. ഇത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടും ഇളിക്കാൻ മറ്റേ ഉള്ള ആ ഒരു മനസ്സുണ്ടല്ലോ ഫസ്മിനെ. സീരെന്ന് പറയണ്ടേ, അതായത് ഭംഗിയാണെങ്കിൽ ഭംഗി നോക്കിയിട്ടാണ് ഇവിടെ നോക്കി. എന്താ പറയുന്നത്, എനിക്ക് ഇത് പറഞ്ഞറിയിപ്പിക്കുന്നതാണ് ശരി. കാലത്തില് ഇതിന്റെ എല്ലാ ഉത്തരവും ഇപ്പൊ എത്ര വീഡിയോ എടുത്ത പല ഉത്തരവും പറഞ്ഞിട്ട് പറയിപ്പിക്കുക. Q&A വീഡിയോ, പക്ഷെ ഞാൻ ഇങ്ങനെ കാണിക്കുന്നത് മനസ്സിലാക്കുന്നില്ല. ഓപ്പൺ റിലേഷൻഷിപ്പ് താല്പര്യമില്ല. ഓക്കെ അല്ല, ഇവൻ സ്വപ്നത്തെ പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരിക്കില്ല ഇങ്ങനെ ഒരു ട്വിസ്റ്റ് ഈ ഒരു വിഷയത്തിൽ വരുന്നുള്ളൂ കേട്ടോ. ഈ വീഡിയോ ഇവിടെ എടുത്ത് ഉപയോഗിച്ചത് തന്നെയാണ് കാര്യം. നിനക്കത് ഉപയോഗിക്കേണ്ടതാണ്. നിന്റെ കയ്യിലിരിപ്പ് അത്രയുണ്ട്. ഫിസിക്കൽ അപ്പിയറൻസ് ഇമ്പോർട്ടൻ്റ് ആണോ റിലേഷനിൽ? ഫിസിക്കൽ അപ്പിയറൻസ് ഇമ്പോർട്ടൻ്റ് അല്ല. ഫിസിക്കൽ അപ്പിയറൻസ് ഇമ്പോർട്ടൻ്റ് ആണെച്ചാൽ നമുക്ക് ഒരാളെ ഇഷ്ടമാകുമ്പോൾ അങ്ങനെ നോക്കത്തില്ല. ഇത് കാണുമ്പോൾ ഫസ്മിനയുടെ ഫാൻസൊക്കെ ഇങ്ങനെ പറയണം, ഫസ്മിനെ പുകഴ്ത്തണം. അല്ല, ഞാനിത് പറഞ്ഞേക്കുമ്പോൾ വിചാരിക്കട്ടോ ഞാൻ ഈ ചെക്കനെ സപ്പോർട്ട് ചെയ്യാന്നുള്ളത്. എനിക്ക് ഈവനിങ് കണ്ടോടാ, ഇത് വേറൊരു നാറി.
അങ്ങനൊന്നുമില്ല. ഫിസിക്കൽ അപ്പിയറൻസ് സീനിലാണ്. ഫിസിക്കൽ അപ്പിയറൻസ് സീനെന്ന് പറയാം. ഇനിയാണ് ഡയലോഗ്. അതായത് ഭംഗി നോക്കിയിട്ടാണ് ഇവിടെ നോക്കി കിട്ടുമെന്ന് നോക്കിയതാണ്. ഓക്കെ. ഫിസിക്കൽ അപ്പിയറൻസ് ഇമ്പോർട്ടൻ്റ് ആണ് റിലേഷൻഷിപ്പ്. ഫിസിക്കൽ അപ്പിയറൻസ് അല്ല, കാരണം നമുക്കൊരാൾ മനസ്സുകൊണ്ട് ഇഷ്ടമാണ്, നമ്മൾ ഫിസിക്കൽ അപ്പിയറൻസ് ഒന്നും നോക്കത്തില്ല. അതുകൊണ്ട് സീനില്ല അങ്ങനത്തെ കാര്യം. എനിക്കിപ്പോ ഫിസിക്കൽ അപ്പിയറൻസിന്റെ ഇതാണെന്ന് ഞാൻ പോലെ കിട്ടുമോ? കാരണം വേറെ നല്ല ആൾക്കാർ കിട്ടൂലേ? അപ്പോ എന്താ ഷിബിലി എടാ, പിന്നെ ഈ ചെക്കന് താല്പര്യമില്ല എന്നുള്ളത് നിനക്ക് പറയാം, എല്ലാവർക്കും പറയാം, ഞങ്ങൾക്ക് മനസ്സിലായി ഏകദേശം. നല്ല ബന്ധപ്പെട്ടാണോ? അതായത് പിന്നെ നമ്മുടെ കോൺസെപ്റ്റ് നമ്മുടെ അറിയോ? നീ കൊടുത്തുത്തരം നിനക്കറിയോ? കൊടുത്തുത്തരം എന്താ അറിയോ? ഫിസിക്കൽ അപ്പിയറൻസ് സീൻ ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ കിട്ടുന്നത്. അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം വെച്ചാൽ നമുക്ക് ഉള്ളിൽ കാര്യത്തിൽ പറയണ്ടേ? അങ്ങനെ ചോദിക്കാൻ കാണാൻ കൊള്ളാമോ? കാണാനുള്ള ഒരു ആവറേജ് ഇങ്ങനെ ഉത്തരം തന്നെ. ഇത് നീ വീഡിയോ നീ എടുത്ത് കണ്ടു, ഇത് പോസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കുറച്ച് ഓവറായാലും എല്ലാവരും ശ്രദ്ധിക്കുള്ളൂ. നല്ലപോലെയല്ല ഉത്തരം തന്നിരുന്നത്. നീ വീഡിയോ പെട്ടെന്ന് വൈകിട്ട് ചെയ്യും, എനിക്ക് വേറെ പരിപാടി ഉണ്ട്, അതുകൊണ്ടാ പോസ്റ്റ് ചെയ്തിട്ടില്ല. ഇനിയാണ് ട്വിസ്റ്റ്. ഇനി മുഖം ഒരുമാതിരി ഞാൻ ആവശ്യത്തെ ചോദ്യത്തിന് പറ്റത്തില്ല സിബിളി. വീഡിയോ കണ്ടിട്ടുണ്ടോ? അപ്പൊ ഞാൻ കാണാൻ കൊള്ളൂലേ? കാണാൻ കൊള്ളുന്നെങ്കിൽ പകുതി ഒറിജിനൽ എന്ത് ഉത്തരം ഉണ്ടായിരുന്നത്? ഒരു ആവറേജിന്റെ അല്ല സിബിളി, ബാക്കി ഉത്തരം ഉണ്ടായിരുന്നതാ. ഇത് കഴിയുമ്പോ ഇവിടെ നീറ്റ് പോവും. നീ പെട്ടെന്ന് വൈകിട്ട് ടൈം ഇങ്ങനെ ലാഗായി ഇങ്ങനെ നിന്ന് പോവാൻ. ഞാനിവിടെ ചിരിച്ചിരിക്കാം. എനിക്ക് പറ്റുന്നില്ല, ഞാൻ ഇവിടെ ചിരിച്ചിരിക്കാം. ഇങ്ങനെ ഇരിക്കാൻ പോലെ ഇങ്ങനെ ഇരിക്കാം. എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. ആ ചിരിക്കും, എനിക്ക് അത് പറ്റുന്നുള്ളൂ. എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. സംസാരിച്ച കണ്ണിന് വെള്ളം കണ്ണിന് വെള്ളം. ഞാൻ ഈ തുടങ്ങിടത്തേക്ക് പറയുമോ? ഇവിടെ ഇരിക്കണോ? അപ്പൊ ഗൈസ് നമ്മളെ ചാനൽ കഴിഞ്ഞു. ഇനിയിപ്പോ എന്താ പറയാ, വീഡിയോ ഇതിന്റെ പറ്റിയാണ്. അപ്പോ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ. ബൈ ബൈ. ശരി. ബാക്കി കേൾക്കാൻ വയ്യ. കാരണം എന്താ വെച്ചാൽ ബാക്കി ഇവൻ വേറൊരു പെണ്ണിനോട് ചാറ്റ് ചെയ്യുന്ന വളരെ വൾഗറായിട്ടുള്ളൊരു ചാറ്റാണ്. അത് ഫസ്മിൻ്റെ വീഡിയോയിൽ ലാസ്റ്റ് കാണാം. എൻ്റെ ചാനലിലൂടെ അത് പുറത്തു വിടാൻ പറ്റാത്തത് കൊണ്ട് ഞാനത് കാണിക്കുന്നില്ല. അത് കണ്ടു കഴിഞ്ഞാൽ ഈ ചങ്ങാതി ഇത്രത്തോളം മത്തായിക്കൂട്ടറാണെന്നുള്ളത് അത്രയും എക്സ്ട്രീം ലെവൽ ഡാഷാണ് ഇവൻ എന്നുള്ളത് മനസ്സിലാവും. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇതൊക്കെ ക്യൂആന് ഇവരമ്മിൽ അടിച്ചു പിരിയാതെ പുറത്തു വന്നിരുന്നെങ്കിൽ നിങ്ങൾ കണ്ടവർ ഓരോരുത്തരും ലൈക്ക് ചെയ്തിട്ട് ഞാൻ പറഞ്ഞ ഡയലോഗ് പറയായിരുന്നില്ലേ? എത്ര നല്ല കപ്പിളാണ് ഇവർ രണ്ടുപേരും അല്ലേ? അതുപോലെ ആയാൽ മതി. ഇപ്പോൾ ഭാര്യ പറയും, ഈ മറ്റേ ലല്ലുവിൻ്റെ പോലെ റൊമാൻറ്റിക് ആയിട്ടുള്ള തുറന്നടിച്ച് പറയുന്ന ഒരു ഭർത്താവിനെ കിട്ടാനാണ് എനിക്കിഷ്ടം. അല്ലെങ്കിൽ പറയും, ഫസ്മിനെ പോലെ ഇത്രയധികം കാര്യങ്ങൾ സഹിച്ച് ജീവിക്കുന്ന ഒരു ഭാര്യനെ കിട്ടാനാണ് എനിക്കിഷ്ടം. ഇതല്ലേ പറയുക? രണ്ടും കണക്ക്, രണ്ടും. ഇനി ഞാൻ പോവാണ് എങ്ങോട്ട്? നമ്മളെ മറ്റേ യൂണിവേഴ്സിറ്റിക്ക്, സഫയുടെ അടുത്തേക്ക്. സഫ അവിടെ എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മെഹനാസിനെയും സഫയുടെ വിശേഷങ്ങൾ അറിയുവാനായി ഒന്നമർത്തുക. ഞാൻ പോവാം.